ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ഞുമ്മൽ ബോയ്സ് 150 കോടി കളക്ട് ചെയ്തിരിക്കുകയാണ്. 160-എത്തിയെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതൊരു ടീമിൻ്റെ വിജയമാണ്. ഇത് ചിദംബരത്തിൻ്റെ വിജയമാണ്. ഇതിൽ വർക്ക് ചെയ്തോ എല്ലാവരും ആർട്ട് വർക്കായാലും ക്യാമറ ആയാലും BGM ആയാലും പിന്നെ അഭിനയിച്ച എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയണ്ട എല്ലാവരും ഇത് ടീമിൻ്റെ വിജയമാണ്. എനിവേ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഈ പടം ഹിറ്റായോടുകൂടി ഒരു സ്ഥലം കൂടി അങ്ങനെ ഹിറ്റായിരിക്കുകയാണ്. സ്ഥലം ഓൾറെഡി ഹിറ്റാണ്. ഗുണാക്കൈ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തു. ഞങ്ങൾ ടൂർ പോയ സമയത്തൊക്കെ ഈ ന്യൂസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ആ കാലഘട്ടത്തിലാണ് ടൂർ പോയതൊരു കോളേജിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ ഈ ഗുണാക്കൈവ് എന്ന് പറഞ്ഞ സ്ഥലം വമ്പ ഹിറ്റായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കൊടൈക്കനാൽ എന്ന് പറഞ്ഞ ഗുണാക്കൈവ് ആണ്. അവിടെ ആദ്യം അവിടെ എത്തണം എന്നുള്ള രീതിയിൽ എല്ലാവരും ടൂറിസ്റ്റുകളുടെയൊക്കെ തിരക്ക് കൂടിയിരിക്കുകയാണ് ഈ സീസണായിട്ട് വരെ. അപ്പോൾ ഗുണാക്കൈവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ആദ്യം പടം ചെയ്തത് ആരാ? നമ്മുടെ കമലഹാസന്റെ ഗുണ എന്നൊരു ഫിലിമായിരുന്നു. ആ പടം വമ്പ ഫിറ്റ് പടമായിരുന്നു. അതിൽ ഓരോ ഭാഗങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ എടുത്ത രീതിയൊക്കെ കിട്ടുവാണ്. ആ പടം ഞാൻ കണ്ടുള്ള പടമാണ്. പാട്ടുകൾ കൺമണി എന്നോട്, ഈ പാട്ട് പ്രേമം എന്ന ഫിലിമിൽ പാടി പാടി ഹിറ്റായ പാട്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ ലെവൽ ഹിറ്റാണ്. എല്ലാവരും ഈ പാട്ട് പാടി നടക്കുന്നു. എല്ലാവരും മലയാളികളുടെ നാക്കിൻ്റെ ചുണ്ടത്തിൽ പാട്ടുണ്ട്. ഒരു പടം തമിഴ് ഇൻഡസ്ട്രിയിൽ ഏകദേശം 40 കോടി കളക്ട് ചെയ്തിരിക്കുകയാണ്. ഗ്രേറ്റ്. ഏകദേശം 6 കോടി രൂപ വരെ മുകളിൽ പടം കളക്ട് ചെയ്തിട്ടില്ല. മോഹൻലാൽ ഫിലിം 2018 തോന്നുന്നു ടോപ്പ് കളക്ട് ചെയ്തത് തമിഴ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ റെക്കോർഡും ബ്രേക്കിങ്ങിലാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പോൾ വളരെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ഗുണാക്കൈവിനെ കുറിച്ചാണ്. ഈ ഗുണാക്കൈവ് എന്നൊരു ഫിലിം, ഗുണ എന്നൊരു പടം ഷൂട്ട് ചെയ്ത് എത്ര 91 കാലഘട്ടങ്ങളിലായിട്ടാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഏകദേശം ഞാൻ പറയുന്നുണ്ട്. ഇത്ര വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഷൂട്ട് ചെയ്തൊരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മുടെ സ്വന്തം ലാലേട്ട പിന്നെ ശിക്കാർ എന്ന മൂവിയാണ്. ശിക്കാർ എന്ന മൂവി കണ്ടവർക്ക് അറിയാം. ക്ലൈമാക്സിൽ 20 മിനിറ്റ് കണ്ട് അവിടെ തരിച്ചു പോകും. ഫൈറ്റും അതിലെടുത്ത റിസ്ക് ഹെവി റിസ്ക് ആണ്. ഒരു മോളിവുഡ് ഇൻഡസ്ട്രി ഇത്ര റിസ്ക് എടുത്ത് ചെയ്യുന്നൊരു നടനുണ്ട് വേറെ ഇല്ല. ലാലേട്ടനാലും ഇല്ല തന്നെ പറയാം. മറ്റേ നരലിനെ മുള്ളംകൊല്ലി വേലാതിനൊക്കെ നമ്മൾ കണ്ടതാണ്. ഡൂപ്പില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് എടുത്തൊരു നടനില്ല. ഇതിൽ ഓരോ സീനുകളും ഹെവി റിസ്ക് എടുത്ത് ചെയ്ത് അവിടെ ഇറങ്ങുന്ന സീൻ വരെ ഇവർ ആ ലൊക്കേഷനിലേക്ക് ഇറങ്ങുമ്പോൾ വരെ ഉള്ളത് ആർട്ട് ഡയറക്ടർ മനു ജഗത് പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷെ ഇറങ്ങുന്ന സീൻ വരെ ഇവർ പേടിച്ച് കയറൊക്കെ ഇട്ടിട്ടാണ് ഇറക്കിയത്. അപ്പോൾ ഓരോ സ്ഥലത്തുമ്പോൾ ഒരു ഗുണ പടം ചെയ്തിട്ടില്ല. അവിടെ എത്താൻ വേണ്ടി അങ്ങനെ പോയി ഇറങ്ങിക്കൊണ്ട് അതിൻ്റെ കുഴികളൊക്കെ ഉണ്ട്. ഒരു കയറ് ഇട്ടിട്ട് തന്നെയൊക്കെ ഇറങ്ങുന്നത്. ഭയങ്കര ഹെവി റിസ്ക് എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ഈ സ്ഥലത്ത് എത്തിയതിന് ശേഷമാണ് അവർ അവിടെ നിന്നാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഡീറ്റെയിൽ എനിക്കിങ്ങനെ ഞാനൊരു സ്ഥലത്ത് വായിച്ചു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ വിനോദ് ഒരു എവിടെയോ വായിച്ചതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വായിച്ച സംഭവമാണ്. അപ്പം അത്ര റിസ്ക് എടുത്തിട്ടാണ് ഇവരത് ചെയ്യുന്നത്. ഇവിടെ അവരവിടെ എത്തിയിട്ട് അവിടെ പിന്നെ ക്യാമറമാനെ കൊണ്ടുവരണം. മനോജ് പിള്ള എന്നോണം ക്യാമറാമാനുള്ളത്. പത്മകുമാർ സംവിധായകൻ, ലാലേട്ടൊപ്പം തന്നെ വരുന്നു. പക്ഷെ അത്രയും റിസ്ക് എടുത്തിട്ട് റോപ്പൊക്കെ ഇട്ടുന്ന മരക്കൊമ്പുകളിലൊക്കെയാണ്. നമുക്ക് പടത്തിൻ്റെ ഭീകരത കണ്ടറിയാം, സീൻ കണ്ടറിയാം, കാറ്റും ക്യാമറ എടുത്തുള്ള രീതിയൊക്കെ കണ്ടറിയാം. അങ്ങനെ അത് അവിടെ ഇറക്കി. അതിന് പിന്നെ അനന്യനെ കൊണ്ടുവന്നു. ഓരോ ഭാഗം കഴിയുമ്പോഴും അത്രയും ഹെവി റിസ്ക്കാന്ന് പറഞ്ഞു. മരക്കൊമ്പുകൾ റോപ്പൊക്കെ ഇട്ടില്ല. എന്ത് സംഭവിക്കും? കാറ്റുണ്ട്, ഒരു സൗണ്ട് ഉണ്ട്, ഭയങ്കര സൗണ്ടാണ് വരുന്നത്. പിന്നെ ലാലേട്ടൻ്റെ ആക്ഷൻ ഇമ്പോർട്ടൻ്റ്. ലാലേട്ടൻ്റെ ആക്ഷൻ പറയുമ്പോൾ അയ്യപ്പ എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹീറോ എന്നൊരു പടത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അയ്യപ്പ എന്നുള്ള വാക്കൊക്കെ ആ പടത്തിലൂടെയാണ് വന്നത് കേട്ടോ. പിന്നെ ഹീറോ എന്ന മൂവിയിൽ ആ പടത്തിൽ ഫൈറ്റ് മാസ്റ്റർ പൃഥ്വിരാജായിട്ടുള്ള കൊമേഴ്സികൾ അയ്യപ്പ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫൈറ്റ് നമ്മൾ ത്യാഗരാജൻ മാസ്റ്റർ ടീം അവരെ അവിടെ എത്തിയതും ഹെവി റിസ്ക് എടുത്തിട്ടാണ് ആ പടം എടുത്തുള്ളത്. പടം വമ്പം വിജയമായിരുന്നു. ഈ പടത്തിൻ്റെ വിജയം ആഘോഷിക്കുമ്പോൾ വരെ ഇവർക്ക് ആ സീനുകൾ മനസ്സിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ബലരാമൻ, ചിക്കാറിലെ ബലരാമനെ നമ്മൾ മറക്കാൻ പറ്റില്ല. അയ്യോ, നല്ല പാട്ടുകളുള്ള മൂവിയാണ്. ഹെവി റിസ്ക് എടുത്ത് ചെയ്ത പടമാണ്. എനിക്ക് ആ ക്ലൈമാക്സിൽ 20 മിനിറ്റിൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ചിക്കാർ എന്ന പടം ആ ഭാഗം ഇരുന്ന് കാണാറുണ്ട്. പിന്നെ അനന്യനെ പോകുമ്പോൾ അങ്ങനെ പിടിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അയ്യോ, ശരിക്ക് ഭയങ്കര നമ്മളവരെ പേടിപ്പെടുന്നൊരു സാധനമാണ്. പിന്നെ നമ്മൾ ഈ മഞ്ഞുമ്മൽ ബോയ്സ് കാണുമ്പോഴെല്ലാം അറിയാം അവിടുത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ ക്യാമറ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ പടം ശിക്കാർ വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 10-20 കൊല്ലമായി തോന്നുന്നു എനിക്ക്. എന്തായാലും ഒരു 2010 മുമ്പാന്ന് തോന്നുന്നു. കറക്റ്റ് യൂട്യൂബിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ അന്ന് വമ്പ ഹിറ്റായ ഒരു പടം കൂടിയാണ്. ആ പടത്തിൻ്റെ പിന്നെ പ്രാഞ്ചേട്ടൻ പടം വന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ പടം കാണുന്ന ജോസിലാണ്, ഗിരിജയിലാണ്, പ്രാഞ്ചേട്ടൻ കളിച്ചിരുന്ന രാംദാസിലാണ്. അപ്പോൾ ലാലേട്ടൻ എടുത്തൊരു റിസ്ക് ഗുണാക്കൈവിൽ വേറെ ആരും എടുത്തിട്ടില്ല.
ലാലേട്ടൻ മാത്രമല്ല, പത്മകുമാർ ആയാലും, ക്യാമറാമാൻ വിനോദ് പിള്ളി ആയാലും, ത്യാഗരാജ മാസ്റ്റർ ആയാലും, അനന്യ ആയാലും, ആ സീനിൽ എത്തിപ്പെട്ട ഓരോരുത്തർ. അതിൽ വില്ലൻ്റെ റോളുണ്ട്. നിലമ്പൂർക്കാരൻ പയ്യനാടുന്നതിൽ വില്ലൻ, പേരിക്ക് ഓർക്കുന്നില്ല. അവൻ ഭയങ്കര കയ്യടി വാങ്ങിച്ചിരുന്നു. ഭയങ്കര സംഭവമാണ്. വീട്ടിലുള്ള ഓരോ സീനുകൾ, ഫൈറ്റ് സീനുകളൊക്കെ അങ്ങനെ കറങ്ങിപ്പോയിട്ടൊക്കെ ഉള്ളു. പേരോർക്കുന്നില്ല. അത് ഈ പടം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് ഏഷ്യനെറ്റിലാണ്. ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ആ റിസ്ക് എടുത്തൊരു നടൻ ലാലേട്ടനാണ്, മനസ്സിലാക്കണം. ഇത് ഗുണാക്കയെ കുറിച്ച് പറയുമ്പോഴും ഇവരൊരു വേറൊരു സ്ട്രഗിളിങ് സർവൈവലാണ്. പക്ഷെ അത് അവിടെ ചെന്ന് ഒരു പടം ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വന്ന ആളുകളാണ് നമ്മുടെ ഈ ക്രൂ. അത് നമ്മളറിയാതെ പോരുത്. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ വരെ ഒരു വലിയ അഭിമാനമായിട്ട് കാണേണ്ട സംഭവമാണ്. അപ്പോൾ ഒരുപാട് പടങ്ങളിൽ ടാലൻറ്റ് ഡൂപ്പിലായിട്ട് ചെയ്തിട്ടുണ്ട്. ദൗത്യം മുതലായിട്ട് എടുക്കാം, ഒരുപാട് പടങ്ങളുണ്ട്. ഇവിടെ ഒരു വലിയൊരു ക്രൂവിനെത്തിക്കുന്നു. അവിടെ എല്ലാവരും വന്നിട്ട് ഷൂട്ട് ചെയ്ത് ഇത്രയും റിസ്ക്. അവരൊക്കെ പറയാം, എവിടേക്ക് ചതിക്കുഴികളിൽ നിന്ന് കാണില്ല, കുഴി എവിടെയാണ്, കയറുമ്പോൾ കെട്ടിയിട്ട് പിടിച്ചിട്ടാണ് അവർ നടക്കുന്നത്. ശനിവേ. അപ്പോൾ അതിന് ഈ ഗുണാക്കയെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞില്ലേ മോശമല്ല. നമ്മുടെ മലയാളത്തിലെ മഹാനടൻ ടീമും എടുത്ത റിസ്കിനെ കുറിച്ച് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത്. പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും ഞാൻ ഈ വിനോദ് കുമാറിൻ്റെ ഒരു വീഡിയോ വായിച്ച സംഭവമാണ് ഇത് വീഡിയോ എനിക്ക് തോന്നിയത്. സോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.